നമസ്കാരം. തിരുവനന്തപുരത്ത് വലിയ തോതിൽ ബി.ജെ.പിയും CPM-ഉം തമ്മിൽ ഡീല് നടക്കുന്നുണ്ട്. ഈ ഡീൽ പ്രകാരം പലയിടങ്ങളിലും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ വീക്കാണ്. ഈ ഡീൽ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ കേരളത്തിലിപ്പോൾ ചർച്ചയിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എങ്ങനെയാണ് ഈ ഡീൽ ചർച്ചയിലേക്ക് വരുന്നത്? സത്യത്തിൽ ഇവിടെ ഇങ്ങനൊരു ഡീല് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡീലുണ്ട്. ബി.ജെ.പിക്ക് വളരാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള CPM നേതാക്കന്മാർ കൈ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ഒരുപാട് നേതാക്കന്മാരെ ബി.ജെ.പി തെരഞ്ഞു പിടിച്ച് ED-യെ വിട്ടും കസ്റ്റംസിനെ വിട്ടും ഒക്കെ പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം. ആ കാലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇവിടുത്തെ ED ആകട്ടെ, കസ്റ്റംസ് ആകട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് CBI ആകട്ടെ ആരും അറസ്റ്റ് ചെയ്യുന്നുമില്ല, കൊണ്ടുപോകുന്നുമില്ല. ഇതാണ് ഡീൽ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അടിസ്ഥാനപരമായി അവർ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കേരളത്തിൽ ED-യുടെ അന്വേഷണം ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ED-യുടെ അന്വേഷണം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഏത് കേസുമായി, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണം ഇവിടെ കേരളത്തിൽ നടന്നു. എന്നാൽ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനോ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കുന്നതിനോ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്രൂശിക്കാനോ ഇതുവരെ ED-ക്ക് സാധിക്കാതെ പോയത് ഈ ഡീല് കൊണ്ടാണ് എന്ന് നമ്മൾ മലയാളികൾക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു യുവതി വന്നിരുന്നുകൊണ്ട് അവർക്ക് അനുഭവം, ബിരിയാണി ചെമ്പിനുള്ളിൽ വരെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിനുള്ളിലേക്ക് സ്വർണം കടത്തിയെന്നും ഈന്തപ്പഴത്തിൻ്റെ കുരുവിന് പകരം സ്വർണ്ണക്കുരു വെച്ചെന്നും ഖുറാൻ വഴിയും ഒക്കെ ഇങ്ങനെ പറയുന്ന ഒരു വൃത്തികെട്ട, അല്ലെങ്കിൽ ഒരിക്കലും മനുഷ്യന് അല്ലെങ്കിൽ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും നടത്തിയപ്പോൾ അതിനെയെല്ലാം കോൺഗ്രസ്സുകാർ വലിയ ശക്തമായി തന്നെ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രിക്കെതിരായി ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിലവിൽ CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ സ്വർണ്ണക്കള്ളനാണ് എന്ന് പടച്ചുവിടാൻ വേണ്ടിയിട്ട് ED അടക്കം ഇവിടെ വന്ന് നിരന്തരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തി. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും പിണറായി വിജയനെതിരായി ഒരു തെളിവ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ED-യെ കൊണ്ട് സാധിച്ചിട്ടില്ല, CBI-ക്ക് സാധിച്ചിട്ടില്ല, കസ്റ്റംസിന് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പിണറായി വിജയനെ തൊടാതെ മാറി നിൽക്കുന്ന ഇത്തരം ഡീലിൻ്റെ ഭാഗമാണ് എന്ന് കരുതുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി SNC ലാവലിനുമായി ബന്ധപ്പെട്ട കേസാണെന്നുണ്ടെങ്കിൽ SNC ലാവലിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിയും പണ്ട് വൈദ്യുത വകുപ്പ് ഭരിച്ചതുമായിരുന്ന മന്ത്രിയെ പിണറായി വിജയൻ അതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് CBI സാക്ഷ്യപ്പെടുത്തിയ വിവരം, ഇക്കാര്യം പുറത്ത് പറഞ്ഞ് ക്ലീൻ ചിറ്റ് നൽകിയ വിവരം മാധ്യമങ്ങളെ അറിയിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കും അറിയാം. അപ്പം ഇങ്ങനെയെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എവിടെയാണ് ഡീൽ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ഡീൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് K. മുരളീധരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അതായത് രാത്രികാലങ്ങളിൽ പല നേതാക്കന്മാരും രഹസ്യമായി കണ്ടുമുട്ടാറുണ്ട്, അവർ തമ്മിൽ എന്തൊക്കെയോ ചില അലയൻസുകൾ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നത് എന്ന രീതിയിലാണ് K. മുരളീധരൻ ഈ രീതി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അതായത് ശ്രീലേഖയുമായി ബന്ധപ്പെട്ട വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥിയായ VK പ്രശാന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള ചെറിയ രാഷ്ട്രീയ ചലനങ്ങൾ അടിയൊഴുക്കോടുകൂടി നടക്കുന്നുണ്ട് എന്ന് K. മുരളീധരൻ പറയുന്നു. അതോടൊപ്പം പച്ചയ്ക്ക് പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്ന കരമന സുധീറും കരമന ജയനും തമ്മിലുള്ള ഒരു ഡീലിനെ പറ്റിയാണ് പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും ഒരു ഘട്ടത്തിൽ പോലും മത്സരിക്കാതിരുന്ന ഒരു നേതാവിനെ, അല്ലെങ്കിൽ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിലൂടെ ഈ ഡീൽ ഊട്ടിയുറപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഡീൽ എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നതായി നമുക്ക് ആർക്കും അറിയില്ല. അതിനും അവർ പറയുന്നത്, സത്യത്തിൽ ഈ K. മുരളീധരൻ ഡീലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് K. മുരളീധരനുള്ള യോഗ്യത എന്നുകൂടി ചോദിക്കേണ്ടി വരും. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ വോട്ട് നേട്ടം അവിടുത്തെ CPI സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അന്ന് 3ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിപ്പോയ ഒരു നേതാവാണ് ഈ K. മുരളീധരൻ എന്ന് കേരളത്തിലുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും, രാഷ്ട്രീയത്തെക്കുറിച്ച് അത്യാവശ്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന K. മുരളീധരൻ അന്ന് തോറ്റു തുന്നം പാടി ഞാനിനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വായിൽ കരഞ്ഞുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് ഒളിച്ചോടിയത്. അതിനുശേഷം ഞാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല. അപ്പോഴാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെയുള്ള കുറേ നേതാക്കന്മാർ പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തു, ഞങ്ങളുടെ മുരളിയേട്ടനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ പ്രചരണം നടത്തുകയും ചെയ്തു. എന്നിട്ട് പോലും മുരളീധരൻ നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയാണ് ചെയ്തത്. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല.
എന്നിട്ട് ഇവിടെ വന്നു കിടന്ന് തിരുവനന്തപുരത്ത് വന്ന് കിടന്നുകൊണ്ട് അധ്വാനിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ശക്തമായും വ്യക്തമായുമുള്ള ഒരു ഡീലിൻ്റെ ഒരു രക്തസാക്ഷിയായി മാറിയ കെ മുരളീധരൻ എന്തർത്ഥത്തിലാണ് ഈ തരത്തിൽ പറയുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇവിടെ തിരുവനന്തപുരത്ത് കരമന സുധീറും കരമന ജയനും തമ്മിൽ എങ്ങനെ ഡീലുണ്ടെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അരക്കഴഞ്ച് തെളിവെങ്കിലും ഈ പറയുന്ന കെ മുരളീധരനാകട്ടെ, വി ഡി സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയ്ക്കാകട്ടെ മുന്നോട്ട് വയ്ക്കാനുണ്ടോ? എവിടെയെങ്കിലും ഈ കഴിഞ്ഞ കാലയളവിൽ എവിടെയെങ്കിലും ഈ ബി ജെ പിയും സി പി എമ്മും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു കൂട്ടുകച്ചവടത്തിൻ്റെ ഏതെങ്കിലും വോട്ടുകൾ മാത്രം തെളിവുകൾ തന്നാൽ മതിയെന്നേ. അതായത് അവിടെ സി പി എം സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്കും അല്ലാന്നുണ്ടെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്കും വന്ന അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് അവലോകനം ചെയ്തിട്ട് മതി. അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെളിവുകൾ തന്നാൽ മതി. അതേസമയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ശക്തമായ ഡീലുള്ളതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്, ദേശീയ തലം മുതൽ ഇങ്ങനെ കേരളത്തിൽ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇവിടെ വോട്ടുകളുടെ കണക്കുകൾ ഉൾപ്പെടെ കയ്യിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ബ്ലൈൻഡായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇനി തിരുവനന്തപുരം സെൻട്രലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരമന ജയനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കരമന സുധീറിനെ പോലെ ഒരാളെ, അതായത് തെരഞ്ഞെടുപ്പുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാതിരുന്ന ഒരാളെ മത്സരിപ്പിച്ചത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പാലക്കാട്, ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കരമന ജയൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ നേതാവായിട്ടും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അതായത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവൊന്നും അല്ല കരമന ജയൻ. അദ്ദേഹം കൗൺസിലറായിട്ടൊക്കെ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാധാരണക്കാരനെ, തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു സാധാരണക്കാരനായ ബി ജെ പി നേതാവ് മാത്രമാണ്. അല്ലാതെ വലിയ പ്രൊഫൈലുള്ള ഒരു നേതാവായിട്ട് ഒരിക്കലും കരമന ജയനെ ബി ജെ പിക്കാർ പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അതേസമയം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവ് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളും ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കാലത്ത് നേടിയിട്ടുള്ള വോട്ടുകളുടെ കണക്കുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ കേരളത്തിൽ ഇന്ന് മത്സരിക്കുന്ന ബി ജെ പി നേതാക്കന്മാർക്കെല്ലാം ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു വനിതാ നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു പക്ഷേ സുരേന്ദ്രനേക്കാളും വി മുരളീധരനേക്കാളും രാജീവ് ചന്ദ്രശേഖരനേക്കാളും ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ആ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുമ്പോൾ ആ ശോഭാ സുരേന്ദ്രന് എതിരായി മത്സരിക്കുന്ന ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു മിനിമം ഗ്യാരണ്ടി എങ്കിലും ഉറപ്പാക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോയത്? അവിടെ അങ്ങനെയാവുമ്പോൾ അവിടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് അവിടെ നിന്ന് മത്സരിക്കുന്ന രമേശ് പിഷാരടിയെ പോലെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം വൈക്കമാണ്. അപ്പം അങ്ങനെ അവിടെ വന്ന് മത്സരിക്കുന്ന രമേശ് പിഷാരടി എന്ന് പറയുന്ന നേതാവിന്, അല്ലെങ്കിൽ അവിടുത്തെ ആ സ്ഥാനാർത്ഥിക്ക് ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുള്ള ഏതെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇപ്പോഴും നമ്മൾ ഒന്ന് നോക്കൂ. പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് തരം കെട്ടിയേൽപ്പിക്കലുകളാണ് എന്ന് പാലക്കാടുകാരെ തുറന്ന് പറയുന്നില്ലേ? ഷാഫി പറമ്പിൽ അവിടെ നിന്ന് MLA ആയതിനു ശേഷം ഷാഫി സ്വന്തം പ്രൊഫൈൽ വളർത്താൻ വേണ്ടി മാത്രമാണ് ഷാഫി രാഷ്ട്രീയത്തെ കണ്ടതും ആ MLA സ്ഥാനത്തെ കണ്ടതും, അല്ലാതെ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ പാലക്കാടിന് വേണ്ടിയിട്ടോ ശ്രമിച്ചിട്ടില്ല. പാലക്കാടുകാർക്കുള്ള മറ്റൊരു അപഖ്യാതി എന്ന് പറഞ്ഞാൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ പേരുദോഷം പേര് കളങ്കപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പറയുന്ന പെണ്ണുപിടിക്ക് വേണ്ടി പുറത്തിറങ്ങി നടക്കുന്ന കാലഘട്ടങ്ങളിലും അതിനുശേഷം പിടിയിലായതിനു ശേഷവും പാലക്കാട് MLA എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിനപ്പുറത്തേക്ക് പാലക്കാട് MLA ആയപ്പോഴും അതായത് ഷാഫി പറമ്പിലിൻ്റെ കെട്ടിയേൽപ്പിക്കലുകളായിരുന്നു അത് എന്നുള്ള കാര്യം ഇന്ന് പാലക്കാട്ടുകാർ തിരിച്ചറിഞ്ഞു. അതേപോലെ തന്നെയാണ് പാലക്കാട്ടുകാർക്ക് മുകളിൽ വീണ്ടും കെട്ടിയേൽപ്പിച്ച ഒരു നേതാവല്ലേ രമേശ് പിഷാരടി. അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്നുകൊണ്ട് രമേശ് പിഷാരടിക്ക് കോൺഗ്രസിൻ്റെ വോട്ടുകൾ കംപ്ലീറ്റായി, അല്ലെങ്കിൽ അവിടുത്തെ നിഷ്പക്ഷ വോട്ടുകൾ എങ്ങനെയാണ് രമേശ് പിഷാരടിയെ പോലൊരു നേതാവിന് സ്ഥാനാർത്ഥിക്ക് അവിടെ നിന്ന് നേടാൻ കഴിയുക? അപ്പം നിങ്ങൾ എന്താണ് കെ മുരളീധരൻ പറഞ്ഞ ആ ഒരു വാദത്തിന് പ്രസക്തി ഇല്ലാതായി പോകുന്നു. തിരുവനന്തപുരത്ത് കരമന സുധീറിനെ മത്സരിപ്പിക്കുന്നത് കരമന ജയനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് പറയാമല്ലോ, പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ തീർത്തും രാഷ്ട്രീയമായി യാതൊരു ബോധവും ഇല്ലാതിരിക്കുന്ന ഇദ്ദേഹത്തെ, അതായത് രമേശ് പിഷാരടിയെ കൊണ്ട് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഡീൽ എന്ന് പറയുന്നത്, അല്ലെ അന്തർധാര എന്ന് പറയുന്നത് സജീവമായി നമ്മൾ കാണേണ്ടത്. എല്ലാ കാലത്തും കേരളത്തിലുണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുകൊണ്ടും ഈ പറയുന്ന BJPയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് കേരളത്തിലുണ്ടായിരുന്നു. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 1970 മുതൽ, അല്ലെങ്കിൽ EMSൻ്റെ രണ്ടാമത്തെ മത്സരം മുതൽ തന്നെ ഇവിടെ കേരളത്തിൽ പട്ടാമ്പി അടക്കം പാലക്കാട് അടക്കം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് KG മാരാർ തന്നെ വെളിപ്പെടുത്തിയ കാര്യമല്ലേ? BJPയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ട് അക്കാലങ്ങളിലുണ്ടായിരുന്നു, കോലിബി സഖ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം.
ഇതെല്ലാം വ്യക്തമായി കെ മുരളീധരൻ അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പുതിയ കള്ളങ്ങൾ, ഇതുവരെയുള്ള നുണകളൊന്നും ഏശാതെ പോയതുകൊണ്ട് പുതിയ ചില കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഡീൽ വാദത്തിന് യാതൊരു ഇതുമില്ല. സ്വയം പരാജയം തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ കെ മുരളീധരൻ ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്? കാരണം തൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ കാലുവാരും എന്ന് നമ്മുടെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വിശ്വാസമുണ്ട് കാലുവാരുമെന്ന്. തന്നെ അവിടെ സ്വന്തം പാർട്ടിക്കാർ, കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാർ തന്നെ വിജയിപ്പിക്കുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും കെ മുരളീധരന് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയില്ല. കാരണം കെ മുരളീധരൻ്റെ ചരിത്രം അങ്ങനെയാണ്. കെ മുരളീധരനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ ഒരു തരത്തിലും പ്രവർത്തനങ്ങൾ നടത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കായംകുളം മണ്ഡലത്തിൽ എം ലിജുവിന് കരയേണ്ടി വന്നു. എന്തുകൊണ്ട് കരയേണ്ടി വന്നു? എം ലിജു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഏകദേശം 4-ാം തവണയാണ് ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഈ 4 തവണയിൽ 3 തവണയും അദ്ദേഹം പരാജയപ്പെട്ട നേതാവാണ്. അപ്പോൾ പരാജയപ്പെടാൻ വേണ്ടി മാത്രമുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു വിളിപ്പേര് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു സവിശേഷമായ പട്ടം അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തത് ആരാണ്? കോൺഗ്രസ്സുകാർ തന്നെയാണ്. തോൽക്കാൻ വേണ്ടി നിൽക്കുന്നു, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വോട്ട് മറിക്കുക, പ്രവർത്തനങ്ങളിൽ ഇത് കാണിക്കുക. ഈ പറയുന്ന അവിടെ കയറി നിന്നുകൊണ്ട് പ്രതിഭയ്ക്കെതിരായി നടത്തിയ ഒരു പരാമർശം അത്ര നിർദോഷമായ പരാമർശമായിരുന്നില്ല, തീർത്തും നിഷ്കളങ്കവുമായിരുന്നില്ല, ഒന്നും മനസ്സിൽ വെക്കാതെയുമായിരുന്നില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ചില കള്ളക്കളികളുണ്ട് എന്നുള്ള കാര്യം ഒരുപക്ഷെ ലിജു തിരിച്ചറിയുമായിരിക്കും. എന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനൊടുവിലെങ്കിലും അത് തിരിച്ചറിയുമായിരിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും ശക്തമായ ഒരു ഡീൽ BJPയും കോൺഗ്രസും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും യാതൊരു തർക്കവും തൽക്കാലം നിലവിലില്ല എന്ന് മാത്രം പറയേണ്ടി വരുന്നു.